ഹലോ, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഹെൽത്തി ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ഇന്ന് ആഫ്റ്റർനൂൺ തൊട്ട് ഈവനിങ് വരെയുള്ള അല്ലെങ്കിൽ നൈറ്റ് വരെയുള്ള ഒരു വ്ളോഗാട്ടോ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ കാണിക്കുന്ന ചെറിയൊരു കപ്പിനകത്ത് നമ്മുടെ കുത്തരി എടുത്തിട്ടുണ്ട് കേട്ടോ, അതായത് മട്ടയരി. പിന്നെ അതേപോലെ തന്നെ അതിലൊരു 3/4 കപ്പ് നമ്മുടെ ഉഴുന്ന് പരിപ്പ് എടുത്തിട്ടുണ്ട്. ബാക്കി പിന്നെ നമ്മുടെ ഓരോ പിടി നമ്മുടെ കറുത്ത കടല, അതുപോലെ തന്നെ നമ്മുടെ സാമ്പാർ പരിപ്പ് പോലെ തന്നെ റെഡ് കളറിൽ വരുന്നൊരു പരിപ്പുണ്ടല്ലോ, ആ പരിപ്പ് അതും ഒരു പിടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ചെറുപയർ പരിപ്പ് ഏറ്റവും കൂടുതൽ ചേർത്ത് കൊടുത്താൽ അത്രയും നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന് വളരെ തണുപ്പ് കിട്ടുന്നൊരു സാധനമാണ് കേട്ടോ. പക്ഷേ എൻ്റെ അടുത്ത് അത് വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അതുപോലെ ഒരു 3 സ്പൂണ് ഉലുവ, ചെറിയ സ്പൂണിൽ 3 സ്പൂൺ ആയിരിക്കണം കേട്ടോ. വലിയ സ്പൂണിൽ 3 സ്പൂൺ ഉലുവയൊക്കെ ആണെങ്കിൽ ഭയങ്കര കയ്പ്പായിരിക്കും. ഉലുവ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. കൊളസ്ട്രോൾ, ഷുഗർ എല്ലാം കൺട്രോൾ ചെയ്യാൻ നല്ലതായതുകൊണ്ട് തന്നെ അതും നമുക്ക് വളരെ നല്ലതാണ് ശരീരത്തിന് കേട്ടോ. അപ്പോൾ ഞാൻ അതും ചെറിയ സ്പൂണിൽ ഒരു 3 സ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ പിന്നെ നമ്മുടെ അടുത്ത് റാഗി ഉണ്ടായിരുന്നു. റാഗിയും നല്ല ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളൊരു സംഭവം ആയതുകൊണ്ട് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും നമ്മൾ ഇതുപോലെ തന്നെ ഒരു 1/2 കപ്പ് അല്ലെങ്കിൽ 3/4 കപ്പ് നമ്മൾ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം അളക്കുന്നത് ഒരേ കപ്പിലായിരിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതെല്ലാം കൂടെ നമ്മൾ ചേർത്തിട്ട് നമ്മൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. കാരണം എല്ലാത്തിലും ധാന്യങ്ങളിൽ പൊതുവേ നല്ലോണം പൊടികൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. മറിച്ച് നിങ്ങൾക്ക് ഗോതമ്പാണ് അരിക്ക് പകരമുള്ളെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഞാൻ ഗോതമ്പിൽ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളിതെല്ലാം നല്ലവണ്ണം കഴുകിയിട്ടുണ്ടല്ലോ. നല്ലോണം കഴുകിയ ശേഷം ഞാനിതിലേക്ക് വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 5-8 മണിക്കൂറോളം നന്നായിട്ട് കുതിരണം. അപ്പോൾ ഞാനിത് ഉച്ചയ്ക്ക് മുന്നെയാണ് നമ്മൾ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുതിർത്തി അതൊക്കെ ഒരു സൈഡിൽ അടച്ചു വെച്ചു. പിന്നെ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഉഴുന്ന് അതിനകത്ത് ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല പോലെ കഴുകിയ ധാന്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് വെള്ളം ചേർത്ത് കൊടുത്താൽ അതേ വെള്ളം തന്നെ അരയ്ക്കാനും യൂസ് ചെയ്യാം കേട്ടോ, നല്ല വെള്ളമാണെന്നുള്ളത് ഉറപ്പുണ്ടെങ്കിൽ. അപ്പം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉഴുന്ന് മാത്രം സെപ്പറേറ്റ് കഴുകിയിട്ട് അതിൽ നല്ല വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ബാക്കി നമുക്ക് കഴുകി കളഞ്ഞിട്ട് ഉഴുന്നിൻ്റെ വെള്ളം മാത്രം എടുത്തിട്ട് നമുക്ക് അരയ്ക്കാൻ എടുക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാൻ ഒരുമിച്ച് ഇട്ട് കൊടുത്തിരിക്കുന്നു കേട്ടോ. അപ്പോൾ 8 മണിക്കൂറെങ്കിലും മിനിമം അത് ഒന്ന് കുതിരാൻ വെക്കണം. നിങ്ങൾക്കൊരു 5 മണിക്കൂർ ഇതെല്ലാം കുതിരാൻ വെച്ചിട്ട് 3 മണിക്കൂർ മുന്നേ ഉഴുന്നിട്ടാലും മതി. പക്ഷെ ഞാൻ എല്ലാം ഒരുമിച്ച് ഇട്ട് കൊടുത്തിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മളിതെല്ലാം ഒരു സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി എനിക്ക് കുറേ തുണി കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം വാഷിംഗ് മെഷീനൊക്കെ ഇട്ടിട്ട്, കാരണം നമുക്ക് പൈപ്പ് ഇടാൻ ഭയങ്കര പാടാണ്. വാഷിംഗ് മെഷീൻ്റെ അവിടെ ബാൽക്കണിയിലുള്ള പൈപ്പിലേക്ക് കണക്ട് ചെയ്യുന്ന അതിലേക്കുള്ള ആ ഓസ് കറക്റ്റായിട്ട് കണക്റ്റ് ആവണില്ല. പൈപ്പ് വലുതും നമ്മുടെ ഓസിൻ്റെ ആ സംഭവം പൈപ്പ് ഭയങ്കര ചെറുതുമാണ്. അപ്പോൾ നമ്മൾ അടുക്കളയിൽ നിന്നൊക്കെ വേണം കേട്ടോ ചെയ്യാൻ. അങ്ങനെ ഒരുവിധം കഷ്ടപ്പെട്ട് വെള്ളമൊക്കെ നമ്മൾ വാഷിംഗ് മെഷീനിൽ നിറച്ചിട്ട് നമ്മളങ്ങനെ തുണിയൊക്കെ കഴുകിയെടുത്തു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ചിട്ട് പോയിട്ട് വെറുതെ ഞാൻ കിടന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ വീഡിയോസ് ഒന്നും എടുത്തില്ല. ഇച്ചിരി ക്ഷീണം തോന്നിയപ്പോൾ അങ്ങനെ പോയി കിടന്നു. ഭയങ്കര ചൂടായിരുന്നു. അത് കഴിഞ്ഞ് ഈവനിങ് ആയപ്പോൾ നമ്മൾ നമ്മുടെ മാവ് അരച്ചെടുക്കാൻ പോവുകയാണ്. ഈവനിങ് നല്ല നൈറ്റ് ആവാനായി എന്ന് പറയാം കേട്ടോ. നൈറ്റ് ആയി എന്ന് പറയാം, സന്ധ്യ കഴിഞ്ഞു. അപ്പോൾ നമ്മളിത് അരച്ചെടുക്കാൻ പോകുമ്പോൾ ഒന്നല്ലെങ്കിൽ നമ്മൾക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്, അല്ലെങ്കിൽ ഞാൻ വറ്റൽമുളക്, അതായത് ഉണക്കമുളകാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് ആവശ്യത്തിന് എരിക്ക് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു മണത്തിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ വലിയ ജീരകമില്ലേ, പെരിഞ്ജീരകം, അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഫെനൽ സീഡ് നമുക്ക് അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കുറേശ്ശെ ചേർത്തിട്ട് ഞാൻ 2-3-4 ബാച്ചായിട്ടാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് വെളുത്തുള്ളി വേണമെങ്കിൽ ആഡ് ചെയ്യാം, ഇഞ്ചി വേണമെങ്കിൽ ആഡ് ചെയ്യാം, സാധാരണ കൊച്ചുള്ളിയോ സവാളയോ എന്ത് വേണമെങ്കിലും അരയ്ക്കുന്ന സമയത്ത് ആഡ് ചെയ്യാം. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്തരം സാധനങ്ങളൊക്കെ ആഡ് ചെയ്യുമ്പോൾ നമുക്കത് ഇന്ന് ഞാൻ അരച്ച് വെച്ചെങ്കിൽ നാളെ തന്നെ എനിക്കത് തീർക്കണം. ചിലപ്പോൾ നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു സ്മെല്ല് വന്നേക്കാം, വേഗം ചീത്തയായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ സംഭവങ്ങളൊന്നും ചേർക്കാതെ ഈ വറ്റൽമുളക് മാത്രം ചേർത്ത് കൊടുത്തിട്ടോ. വറ്റൽമുളകും എനിക്ക് വറ്റൽമുളകും അതുപോലെ തന്നെ സ്മെല്ലിനും ഫ്ലേവറിനും വേണ്ടിയിട്ട് നമ്മളെ ഈ ഫെനൽ സീഡ്, അതായത് എന്താ പറയുന്നത്, നമ്മുടെ ഫെനൽ സീഡ് എന്നല്ല അതിന് പറയുന്നത്, വലിയ ജീരകം, അതായത് പെരുംജീരകം ചേർത്ത് കൊടുത്തത്. പിന്നെ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്ത ശേഷം ഉണ്ടല്ലോ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇപ്പം തന്നെ നമുക്ക് എത്ര വെള്ളം വേണോ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. നാളെ രാവിലത്തേക്ക് എന്ന് പറഞ്ഞ് വെക്കേണ്ട. ദോശയ്ക്കാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചിട്ടും ഇഡ്ഡലി ഉണ്ടാക്കാനാണെങ്കിലും നല്ലതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചിട്ട് നമ്മുടെ ഇഷ്ടത്തിന് നമുക്കത് നന്നായിട്ട് എത്ര വെള്ളം വേണോ ആ ഒരു കൺസിസ്റ്റൻസി ആക്കിയിട്ട് നമ്മൾ നന്നായിട്ട് കൈ കൊണ്ട് ചൂടാകുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ കൈയിൻ്റെ ചൂട് നമ്മുടെ കയ്യിലുള്ള ബാക്ടീരിയാസിനനുസരിച്ചിട്ടാണ് അത് പൊന്തി വരുന്നത്.
അപ്പോൾ നല്ലോണം പുളിച്ച് പൊന്തുന്ന ആൾക്കാരാണെങ്കിൽ അത്രയ്ക്ക് ചെയ്യണമെന്നില്ല. ഒരുപാട് ഇല്ലാത്തവരാണെങ്കിൽ നന്നായിട്ട് കൈ കൊണ്ട് അടിച്ചടിച്ചിട്ട് മിക്സ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അങ്ങനെ അതൊക്കെ നമ്മളൊരു സൈഡിൽ മാറ്റി വെച്ചിട്ട് നെക്സ്റ്റ് നമ്മുടെ പണി തുടങ്ങുകയാണ്. ഡിന്നറിനുള്ള പ്രിപ്പറേഷൻ. ഡിന്നർ കം നാളത്തേക്കുള്ള നമ്മുടെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷനും കൂടെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലത്തേക്കുണ്ടല്ലോ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് രാത്രി കിടക്കാൻ എനിക്ക് കുറച്ച് ലേറ്റാവും. അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേൽക്കാനും കുറച്ച് ലേറ്റാവും എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ തലേ ദിവസം തന്നെ നമ്മൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ എന്താണ്, എനിക്ക് പിറ്റേ ദിവസത്തേക്കും അത് യൂസ്ഫുൾ ആവും എന്നുള്ള ഒരു കാരണം ഉള്ളതുകൊണ്ട് അപ്പോൾ ഞാൻ ആദ്യം ചോറ് വെക്കുകയാണ്. ചോറ് ബിരിയാണി അരി വെച്ചിട്ടാണ് ചോറ് വയ്ക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്ത് വെള്ളം തിളപ്പിക്കാൻ വെച്ചു. വെള്ളം നല്ലവണ്ണം തിളച്ച ശേഷം ബിരിയാണി അരി നന്നായിട്ട് കഴുകിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നിങ്ങളുടെ അറിയാമല്ലോ, ആൾക്കാർക്ക് അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ബിരിയാണി അരി ആണെങ്കിൽ ഞാൻ ശകലം ഉപ്പ് ചേർക്കാറുണ്ട്. എല്ലാ അരിക്കും നല്ലതാണ്, പക്ഷെ ചിലപ്പോൾ ഞാൻ വിട്ടു പോകാറുണ്ട്. പക്ഷേ ബിരിയാണി അരിയിൽ നമുക്ക് ഉപ്പില്ല എന്നുണ്ടെങ്കിൽ അത് ഏത് കറി കൂട്ടിയാലും കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ബിരിയാണി അരിയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 റീസൺ കൊണ്ടാണ് ഞാൻ ഈ അരി എടുക്കാൻ കാരണം. ഒന്ന് വന്നിട്ട് നമുക്ക് അജുവേട്ടനെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ദാളാണ്. അപ്പോൾ നമ്മൾ ദാൾ തടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് അജുവേട്ടന് അത്തരം നോർത്ത് ഇന്ത്യൻ ആയിട്ടുള്ള ഐറ്റംസിൻ്റെ കൂടെ അജുവേട്ടന് ഇഷ്ടം നമ്മുടെ ഇവിടുത്തെ ബിരിയാണി റൈസാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആ ബിരിയാണി റൈസ് ചേർക്കുന്നത് ഒന്ന് അതുകൊണ്ടാണ്. 2 പിറ്റേ ദിവസത്തേക്ക് ഒട്ടും കേടുകൂടാതെ ഇരിക്കും എന്നുള്ളത് കൊണ്ട് അതും കൂടെയാണ് നമ്മൾ ഇത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ, ഈ അരി. അപ്പോൾ വേവ് മാത്രം നമ്മൾ ശ്രദ്ധിക്കണം. അത് വിട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അത് പാളിപ്പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പലപ്പോഴും പാളിപ്പോകാറുണ്ട്. ചിലപ്പോൾ നന്നായിട്ട് വെന്തുടഞ്ഞ് പോകാറുണ്ട്, ഭയങ്കരമായിട്ട് കഞ്ഞി കെട്ടാറുണ്ട്, ചില സമയത്ത് ഒട്ടും വേവാതിരിക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ എന്തായാലും അരി ഒന്ന് നന്നായിട്ട് തിളച്ച് കുറേ നേരമായിട്ടൊരു 3/4 വേവായപ്പോൾ അജുവേട്ടനോട് വെച്ചിട്ട് പറഞ്ഞു ഒരു ഇച്ചിരി കൂടെ വേവാൻ ബാക്കിയുള്ളൂ, നീ അടച്ച് വെച്ചാൽ മതിയെന്ന്. അപ്പോൾ ഞാൻ അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നെക്സ്റ്റ് നമ്മൾ പരിപ്പ് ഉണ്ടാക്കാൻ പോകട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആവശ്യത്തിനുള്ള പരിപ്പ് എടുത്തിട്ട്, നമ്മുടെ ചുവന്ന പരിപ്പില്ല, മസൂർ ദാൾ എന്നൊക്കെ പറയൂ കേട്ടോ അതിന്. അപ്പോൾ അതെടുത്തിട്ട് ഞാൻ നന്നായി കഴുകിയിട്ട് കുറച്ച് നേരം കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം അതെടുത്തിട്ട് ഞാൻ ഉപ്പിട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മുകളിൽ ഇച്ചിരി എണ്ണയും കൂടെ തൂകിയിട്ട് അടുപ്പത്ത് നമ്മൾ വേഗം വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു 4-5 വിസിൽ വരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെ ആ സമയം കൊണ്ട് തന്നെ നമ്മൾ ആ ചോറും കൂടെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് വാർത്ത് വെക്കുന്നുണ്ട് കേട്ടോ, വെള്ളം വാർത്ത് വെക്കുന്നുണ്ട്. അതിന് ശേഷം അതൊന്ന് അടച്ചും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോകും. നമ്മൾ ഒരുപാട് അങ്ങോട്ട് വെന്ത് കുഴയ്ക്കാത്ത കാരണം കൊണ്ട് തന്നെ വെളിയിൽ വെച്ചിട്ട് പിന്നെ ഫ്രിഡ്ജ് വെച്ചെടുക്കുമ്പോൾ ഒന്നും കൂടെ ഡ്രൈ ആയി പോകും എന്നുള്ളത് കൊണ്ട് ഞാൻ മേളിലൊരു അടപ്പ് വെച്ചിട്ട് അടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ടിപ്പും കൂടെ പറയാം. നമ്മൾ ഇങ്ങനെ വാർത്തെടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ആ പാത്രം ഒന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി ചോറൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് കൊടുക്കണം കേട്ടോ. ഇല്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ മേൽഭാഗം മാത്രം നന്നായിട്ട് വെള്ളം വറ്റിയിട്ട് അടിയിൽ അങ്ങനെ കഞ്ഞി കെട്ടി നിൽക്കും. ആ അബദ്ധവും എനിക്ക് പലപ്പോഴും പറ്റാറില്ല കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് പരിപാടിയിലേക്ക് കിടക്കുകയാണ്. അതായത് ദാൾ വെന്ത ശേഷം വിസിലൊക്കെ ഓഫ് ചെയ്ത് അതൊക്കെ ഒന്ന് തണുപ്പിച്ചെടുത്ത ശേഷം ഉണ്ടല്ലോ ഞാൻ ദാളൊന്ന് നമ്മൾ കടുക് പൊട്ടിച്ചിടാൻ പോവുകയാണ്. അല്ലെങ്കിൽ ദാളൊന്ന് നമ്മൾ മിക്സ് ചെയ്യാം, മസാല ആക്കി എടുക്കാൻ പോവുകയാണ്. അതിന് നമ്മൾ പ്ലെയിൻ ദാളല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട്, അത് വെളിച്ചെണ്ണയല്ല കേട്ടോ, നമ്മുടെ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ എടുത്തിട്ട് ആവശ്യത്തിന് 2-3 സ്പൂണ് നിങ്ങൾക്ക് സൗകര്യത്തിനനുസരിച്ചിട്ട് ആവശ്യത്തിനനുസരിച്ച് റിഫൈൻഡ് ഓയിൽ എടുത്തു. അതിൽ കുറച്ച് ജീരകം ഇട്ടു കേട്ടോ, പെരിഞ്ജീരകം ഇട്ടു, അതായത് ഫെനൽ സീഡ് അല്ലെങ്കിൽ നമ്മുടെ വലിയ ജീരകം ഇട്ടു. ചെറിയ ജീരകം വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് കടുക് ഇട്ടു. അതുപോലെ നമ്മുടെ എന്താ പറയുക അക്ക മസാലയില്ല, അതായത് ഗ്രാമ്പൂ പട്ട അങ്ങനെ പൊടിയല്ലാതെ ഗരം മസാല പൊടിയല്ലാതെ എല്ലാം നമ്മുടെ മുഴുവനായിട്ടുള്ള മസാലകൾ എല്ലാം കുറേശ്ശെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വന്ന ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുത്തിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നാൽ നല്ലൊരു ഫ്ലേവറും മണമായിരിക്കും കേട്ടോ നമുക്കിതെല്ലാം കൂടെ മിക്സ് ആകുമ്പോൾ. അങ്ങനെ അതൊന്ന് മൂത്ത് വന്ന ശേഷം പച്ചമണം മാറിയ ശേഷം അതിലേക്ക് നമ്മൾ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ സവാള ആണെങ്കിൽ 1/2 സവാള, ചെറുതാണെങ്കിൽ 1 സവാള കേട്ടോ. അത് ചേർത്ത് കൊടുത്ത് ഒരു 3 പച്ചമുളക് ഞാൻ നെടുകെ കീറിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ, നല്ല സോഫ്റ്റ് ആവുന്ന രീതിയിൽ വഴറ്റിയെടുക്കണം. അങ്ങനെ ഒരു 3/4 സോഫ്റ്റായി വന്ന ശേഷം നമ്മളിലേക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒന്ന് കളറ് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആയി വന്ന ശേഷം അതിലേക്ക് നമ്മൾ തക്കാളി, ഒരു വലിയ തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് ഇതുപോലെ തന്നെ നന്നായിട്ട് ഇളക്കി പിന്നെ ഒന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് സോഫ്റ്റ് ആവുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്തെടുക്കണം, ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. കാരണം ഒരുപാട് നമ്മൾക്ക് നേരെ ഇട്ട് തിളപ്പിക്കുക അല്ലാന്നുണ്ടെങ്കിൽ അതുപോലെ നമ്മളെന്താ പറയുക, നമ്മൾ അടച്ചു വെച്ചിടണം, ഒരുപാട് സമയം വെക്കുക, അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ
ഈ ഇളക്കുന്ന സമയത്ത്, ഈ വേവിക്കുന്ന സമയത്ത്, വഴറ്റുന്ന സമയത്ത് തന്നെ നന്നായിട്ട് അതൊന്ന് സോഫ്റ്റായി വരണം. അപ്പോൾ അത് അടച്ച് വെച്ചൊന്ന് സോഫ്റ്റാക്കി നന്നായിട്ട് സ്മൂത്താക്കി എടുത്ത ശേഷം അതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നമ്മുടെ സാധാരണ എരിയുള്ള മുളക് പൊടി, നമ്മൾ ഓൾറെഡി പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, പിന്നെ ഒരു 3 സ്പൂണ് 1 സ്പൂണ് മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഗരം മസാല അതും 1 സ്പൂൺ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് സ്വല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ വായിൽ ഇങ്ങനെ വെള്ളി വീഴുന്നുണ്ട്, അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് പച്ചമണം പോകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്ത ശേഷം നമ്മുടെ പരിപ്പ് നമുക്ക് അതിലേക്ക് കൊട്ടാം കേട്ടോ. പരിപ്പ് അതിലേക്ക് കൊട്ടിയിട്ട് നന്നായിട്ട് ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് കുക്കറിലുള്ള പരിപ്പും കൂടെ നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള നമുക്ക് എത്ര തിക്നെസ് വേണോ എത്ര ലൂസ്നെസ് വേണോ അതിനനുസരിച്ചിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഒരുപാട് കുറുക്കിയെടുക്കാൻ പാടില്ല, കാരണം അത് ഇരുന്ന് നന്നായിട്ട് കുറുകും. അപ്പോൾ ആദ്യം നമുക്ക് ആവശ്യത്തിൽ എത്ര നോർമലി എത്ര നമുക്ക് ലിക്വിഡ് കൺസിസ്റ്റൻസി വേണോ അതിനെക്കാട്ടിലും ഒരു സ്വല്പം കൂടെ വെള്ളം കൂടുതൽ ചേർത്തിട്ട്, ഒരുപാടല്ല കേട്ടോ, സ്വല്പം കൂടുതൽ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് വേണ്ട ഒരു കൺസിസ്റ്റൻസിയുടെ 1/4 കൺസിസ്റ്റൻസി ആകുമ്പോൾ നമ്മൾ അത് ഓഫ് ചെയ്ത് വെക്കുക. പിന്നെ തന്നെ നന്നായിട്ടൊന്ന് തിളച്ചോളൂ കേട്ടോ. അങ്ങനെ ഇതൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് നമ്മുടെ ആവശ്യത്തിന് പാകത്തിന് കുറുകി വന്ന ശേഷം നമ്മൾ ലാസ്റ്റാണ് ഇതിൻ്റെ ടേസ്റ്റ് മേക്കർ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് എണ്ണയിൽ ചൂടാക്കി ചേർക്കാം. പക്ഷെ ഞാൻ ഒന്നും ചേർത്തിട്ടില്ല. ഏറ്റവും ലാസ്റ്റ് നമ്മൾ അടച്ച് വെക്കുമ്പോൾ നല്ല ചൂടോടെ ഇരിക്കുന്ന സമയത്ത് നല്ലോണം നെയ്യ് ചേർത്ത് കൊടുക്കുക. അതൊരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് കേട്ടോ ഇതിൻ്റെ. അങ്ങനെ നമ്മൾ നെയ്യും കൂടെ ചേർത്ത് കൊടുത്ത് നമ്മുടെ ദാൽ റെഡി ആയിട്ടുണ്ട്. അതവിടെ നമ്മൾ അടച്ചു വെച്ചു. നെക്സ്റ്റ് നമ്മുടെ പ്രിപ്പറേഷൻ എന്ന് വെച്ചാൽ അപ്പോൾ രാവിലത്തേക്കുള്ള ചോറായിട്ടുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ദാളായിട്ടുണ്ട്. രാത്രിക്കും കൂടെ നമുക്ക് എടുക്കാം. രാവിലത്തേക്കും ചോറായിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ രാവിലെ ചൂടാക്കി എടുക്കും. ഫാനിൻ്റെ അടി വെച്ച് തണുപ്പിച്ച് ഫ്രിഡ്ജ് വെച്ച ശേഷം നമ്മൾ ചൂടാക്കി എടുക്കുക ചെയ്യുക കേട്ടോ രാവിലെ. അപ്പം ദോശകളെ മാവ് അരച്ച് വെച്ചു. ഇനി നെക്സ്റ്റ് ദോശയ്ക്കുള്ള ചമ്മന്തിയാണ് നമ്മൾ അരയ്ക്കുന്നത്. അതിന് ഒരു പിടി നല്ലോണം മല്ലിയില, പുതിനയില ഉണ്ട് നിങ്ങളുടെ കയ്യിലെങ്കിൽ പുതിനയിലയും കൂടെ ചേർക്കാം. ഒരു മീഡിയം സൈസ് തക്കാളി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതാളിപ്പോൾ ഇറക്കി വെക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു പിടി മല്ലിയില, അതുപോലെ തന്നെ കുറച്ച് പുതിനയില. അതേപോലെ നെക്സ്റ്റ് നമ്മൾ എന്താ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ പുതിനയിലയ്ക്ക് ഒപ്പം തന്നെ നമ്മൾ സ്വല്പം നാരങ്ങ നീര് വേണമെങ്കിൽ പിഴിയാം കേട്ടോ. എനിക്ക് നാരങ്ങ അധികം യൂസ് ചെയ്തുകൂടാത്തതുകൊണ്ട് തന്നെ ഞാൻ നാരങ്ങ നീര് അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. വേണ്ടവർക്ക് നാരങ്ങ നീര് യൂസ് ചെയ്ത് കൊടുക്കാം. പക്ഷേ പുളി തക്കാളിയും തന്നെ കിട്ടും കേട്ടോ നമുക്ക്. അപ്പോൾ അങ്ങനെ നാരങ്ങ നീര്, പുതിനയില, മല്ലിയില, അതുപോലെ തന്നെ എരിക്ക് അനുസരിച്ചിട്ട് പച്ചമുളക്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, ഇച്ചിരി ഏറെ വെളുത്തുള്ളി എല്ലാം ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. സാധാരണ നമ്മൾ ചമ്മന്തി അരയ്ക്കുന്ന പോലെ തന്നെ അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് നല്ല കിഡു ടേസ്റ്റ് ആയിരിക്കും. ഇതിനകത്ത് ആവശ്യത്തിൽ കൂടുതൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റും കൂടെ മിക്സ് ചെയ്യുമ്പോണ്ടല്ലോ എൻ്റെ പൊന്നേ, എൻ്റെ സാറേ, മറ്റൊന്നും കണ്ണിൽ കാണില്ലേ പറയാം, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നാളെ രാവിലെ ആകുമ്പോൾ നമ്മളിനി രാവിലത്തേക്ക് ഉരുളക്കിഴങ്ങ് കൂടെ മുറിച്ചിട്ട് ഉരുളക്കിഴങ്ങ് ഉപ്പേരിയും കൂടെ, അങ്ങനെ ചോറും ദാളും ഉരുളക്കിഴങ്ങ് ഉപ്പേരി നല്ല കോമ്പിനേഷനാണ്. ഒരു ടിഫിൻ ബോക്സിൽ ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ട് എടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ കുറച്ച് നെയ്യിൽ നമ്മൾ കടുകും അതുപോലെ തന്നെ വറ്റൽമുളകും കൂടെ വറുത്ത് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്താൽ അങ്ങനെ അടിപൊളി ദാളും റെഡി കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ റെസിപ്പീസും വ്ളോഗും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് പോകാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പം നമ്മുടെ എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ, സീ യു.